കാവേരി. അയ്യോ ദാ വരുന്നു, ഞാൻ നോക്കട്ടെ. ബെൽറ്റ് കണ്ടില്ല, തൊപ്പി കണ്ടില്ല. അവനവന്റെ സാധനയിലൊന്ന് സൂക്ഷിച്ചു വെച്ചൂടെ? മോൾ ഉണർന്ന പിന്നെ എന്നെ ഒരു കാര്യത്തിനും വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദേ കിടക്കുന്നു. ഇവിടെ കൊണ്ടിട്ടിട്ട് അവിടെ തപ്പിയാൽ എങ്ങനെയാ? അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. രാമേട്ടനൊന്ന് നോക്കിയാ പോരെ? എനിക്ക് അടുക്കളയിൽ 100 passenger train traveling towards Nellore has been bombed by a group of Naxalites at around 5:30 in the morning near Guntur. More than 100 are dead and majority of the victims are women and children. About 350 are injured and out of this 50 are in critical condition. Have taken the responsibility of the attack. നക്സലൈറ്റ് ആക്രമണം അതിരൂക്ഷമായിരുന്നൊരു കാലഘട്ടമായിരുന്നത്. നക്സലുകളെ നേരിടാൻ ആഭ്യന്തര വകുപ്പ് പ്രത്യേക സേനയെ രൂപീകരിച്ചതിനോടുള്ള പ്രതികാരമായിരുന്നു ആ ട്രെയിൻ സ്ഫോടനം. എന്ത് വില കൊടുത്തും ഈ ഭീകരാന്തരീക്ഷം അമർച്ച ചെയ്യാൻ ഭരണകൂടം നടപടി ആരംഭിച്ചു. సో మనకి ఒకే ఒక లక్ష్యం, నక్సలైట్స్ అందరినీ చంపాలి. നമുക്കിനി ഒറ്റ ലക്ഷ്യം മാത്രം, നക്സലുകളുടെ ഉന്മൂലനം. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ഭീകരരെ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പാട്ടുപാടിയും തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയും തെലങ്കാനയുടെ മനസ്സിനെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു നേതാവുണ്ടവർക്ക്. അവൻ അവരുടെ ഇടയിൽ ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്തെ മുഴുവൻ ഫോഴ്സ് വിചാരിച്ചാലും ഗ്രാമവാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം എന്ത് വില കൊടുത്തും നമുക്കവനെ പിടികൂടണം. അബ്ദുള്ള എന്ന് വിളിക്കുന്ന ഇവന്റെ ശരിയായ പേര് ഡോക്ടർ സയ്യിദ് അബ്ദുൾ റഹ്മാൻ. ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്കോടുകൂടി MBBS പാസ്സായി. പിന്നെ വാറങ്കലിൽ 2 വർഷം സർക്കാർ ഡോക്ടറായി സേവനം. അവിടെ വെച്ച് റാഡിക്കൽ ഫോഴ്സുമായുള്ള സൗഹൃദം തുടങ്ങുന്നു. പോലീസിനെ ഭയന്ന് ഡൽഹിയിലും ബോംബെയിലും ഒടുവിൽ വീണ്ടും ഇവിടെ. ഗ്രാമവാസികൾക്ക് അവനൊരു നേതാവല്ല, ദൈവമാണ്. ദൈവം. അബ്ദുള്ളയെ പിടിക്കാൻ ഒരു പ്രത്യേക ടീമിനെയാണ് ഡിപ്പാർട്ട്മെന്റ് റിക്രൂട്ട് ചെയ്യുന്നത്. And that will be led by DYSP Devanayak. Then Inspectors Mohan Rao, Subba Rao and Constables Mohammad Rautar and Balaraman. తరచి రచనలెన్నో వెలయించి ప్రశంసల. డాక్టర్ గారు చూడు, తినరా. మీరెవరు? చంద్రగిరి నుంచి వస్తున్నానమ్మా. మా నాన్నగారికి ఆరోగ్యం బాగలేదు. దయచేసి డాక్టర్ గారిని నాతో పాటు రావాలి. లోపల రమ్మని చెప్పు. రండి. మీ నాన్నగారికి వచ్చిన సమస్య ఏంటి? తనకి జ్వరం ఎక్కువగా ఉంది. ఈ దేశంలో ఉన్న గ్రామంలో ప్రభుత్వం సరైన ఆహార సదుపాయం కల్పించలేకపోవటం పలానా ప్రజలకు ఇలాంటి సమస్యలు వస్తున్నాయి. కానీ అందరికీ ఇలాంటి ప్రాబ్లం రాకుండా ఉండాలనేదే నా కోరిక. మీరు భోజనం చేశారా? వద్దు. రుక్మిణి, భోజనం. మీరు కూర్చోండి. కూర్చో. మా వీధ ఇప్పుడు వచ్చేస్తారు. మీరు కనీసం కొంచెమైనా తినండి. తిన్నే. చాలు. సిటీలో అభివృద్ధి చూసి గ్రామంలో ప్రజలు తమకు అన్యాయం జరుగుతుందని ఆయుధాలు ధరిస్తున్నారు. అందరూ అనుకుంటున్నట్టు ప్రజలు మండల పక్కన జాలి గాలి కోసం లేదు, తమ ఆయుధాలకు మెరుగుపడుతున్నారు. చంద్రగిరికి ఈ రూటు కాదు కదా. వెళ్దాం. హలో, మీరెవరు చెప్పండి.
ఆర్ యూ ఫ్రమ్ ద పోలీస్? వద్దు ఆఫీసర్, నా చేతిలో ఏమీ ఆయుధాలు లేదు. మీరెందుకు గన్ తెచ్చారు? భయపడి పారిపోయే వ్యక్తి కాదు నేను. ഒരുമിച്ചുള്ള ആ യാത്രയിൽ അബ്ദുള്ള എന്ന മനുഷ്യനെ ഞാൻ കൂടുതൽ അറിയുകയായിരുന്നു. SP ആദിനാരായണന്റെ വിശേഷണങ്ങൾ ഒന്നും തന്നെ ചേരാത്ത മനുഷ്യസ്നേഹിയായ ധീരനായ ഒരു വിപ്ലവകാരി, ഒരു നല്ല പാട്ടുകാരൻ. അതായിരുന്നു ഞാൻ കണ്ട അബ്ദുള്ള. പിടിയിലകപ്പെട്ടു എന്ന് ബോധ്യമായിട്ടും 4 മണിക്കൂർ നീണ്ട യാത്രയിലുടനീളം അദ്ദേഹം ശാന്തനായി കാണപ്പെട്ടു. അയാൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല പാട്ടുകൾ പാടി, നാവിലിട്ട് നുണയാൻ ചെറിയ ജീരക മിഠായികൾ തന്നു. ఏమైంది? తెలవలేదు, ట్రై చేస్తున్నాను. ഹലോ, നിങ്ങൾ മലയാളിയാണോ? അതെ, എങ്ങനെ മനസ്സിലായി? മലയാളിയോട് തെലുങ്ക് എനിക്ക് നന്നായിട്ട് അറിയും. എൻ്റെ ഭാര്യയും മലയാളിയാണ്. അവൾ കുറച്ച് മലയാളം അറിയും എനക്കും. കല്യാണം? ആ, കഴിഞ്ഞു. കുട്ടികൾ? ഒരു മകളുണ്ട്, ഗംഗ. ഗംഗ പുണ്യ നദിയുടെ പേര്. ആ, നിങ്ങൾക്കൊപ്പം മടങ്ങാൻ കഴിഞ്ഞാൽ ബലറാമൻ, നിന്റെ മോൾക്ക് ഞാനൊരു പാട്ടുണ്ടാക്കി തരാം. ഹലോ, സ്ക്വാഡ് 321/169. യെസ് സർ, ഓവർ. റിവേഴ്സ് ആൻഡ് ടേൺ ലെഫ്റ്റ്. ആ. దిగో. సరే, ఇద్దరు వెళ్ళాం. താങ്ക് യു. അബ്ദുള്ള ഇവിടെ അവസാനിക്കാൻ പോകുന്നു, അല്ല ബലറാമൻ? മരിക്കാൻ ഭയമുണ്ടായിട്ടല്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ബാക്കി കിടക്കുന്നു. എൻ്റെ ജനത എങ്കും എത്തിയിട്ടില്ല ബലറാമൻ. అబ్దుల్లా, నువ్వు నక్సలైట్స్ కావాలంటే ఒక గాడ్ ఫాదర్ లా ఉండొచ్చు, కానీ ఇలా జరుగుతుంది నేను అనుకోలేదు కదా. ఈ దేశంలో చాలా మంది వచ్చిపోతున్నారు. ఆయన యుద్ధ భూమిలో మా వెనుక తిరిగాం. చెయ్యి, నీలాంటి నా కొడుకుల్ని ఒక్క నిమిషం కూడా ఈ తెలంగాణలో ఉండలేవను. నువ్వు ఒక్కడినివే మిగిలావు. తెలంగాణలో ఒక అబ్దుల్లా చచ్చిపోతే 1,00,000 మంది అబ్దుల్లాలు వస్తున్నారు. నేను వచ్చిన పాటతో ఇక్కడ ఉద్యోగం జరుగుతూ ఉంటుంది. ఎక్కడ నా పాటను ఆపుతానో అక్కడి నుంచి ప్రజలు ఆ పాటను మొదలు పెడతారు. నీకు తెలియదు, ప్రజల ఆవేశం ప్రతీకారంతో ఉన్నారు. సార్, సార్ ప్లీజ్ సార్, మనకి శిక్షించడానికి అధికారం లేదు సార్. బాగుందే బలరాం, ఇతనితో ఒకరోజు ఉండి
వాళ్ళల్లో ఒకరిగా కలిసిపోయావా? ఉమ్? ఉమ్. Shoot him. Shoot, man. Sir. That's an order. Shoot him, I say. నువ్వు ఇప్పుడు షూట్ చేయలేదంటే వేరు ఒకడు షూట్ చేస్తాడు. అది చూసేదానికి నువ్వు ఉండవు. నేను చెప్పింది ఇప్పుడు చేస్తావు. ఆది అనవసరంగా మాట్లాడడు. యు నో దాట్. సే yes or no. Take him. എൻ്റെ കൺമുന്നിൽ ചിതറിത്തെറിച്ച അബ്ദുള്ളയേക്കാൾ എന്നെ വേദനിപ്പിച്ചത് അയാളുടെ ഭാര്യ രുക്മിണിയായിരുന്നു. ഭർത്താവ് കൊല്ലപ്പെട്ടതറിയാതെ അബ്ദുള്ളയെ കാണാനില്ല എന്ന് SP ഓഫീസിൽ പരാതി നൽകാൻ അവർ എത്തി. അതിനെ അടുത്ത വർഷം നടക്കുള്ളൂ. ഇല്ലില്ല, ഞങ്ങൾ വെള്ളിയാഴ്ചത്തേക്കാ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മോളുടെ പേരിൽ ഗുരുവായൂർ ചില വഴിപാടൊക്കെ നടത്താനുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. രുക്മിണിയുടെ കണ്ണുകളിലെ തീ പിന്നെ ഞാൻ കണ്ടത് തെലങ്കാനയിലെ തെരുവുകളിലാണ്. 4-ാം ദിവസം അബ്ദുള്ളയുടെ അഴുകി ജീർണിച്ച ജഡം ഗോദാവരിയിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ തെലങ്കാന കത്താൻ തുടങ്ങി. എങ്ങും അക്രമങ്ങൾ അഴിച്ചുവിട്ട് നക്സലുകൾ ഭീതി പടർത്തി. SP ആദിനാരായണൻ അവർ ബോംബെറിഞ്ഞു കൊന്നു എന്ന വാർത്ത ഞാൻ റേഡിയോയിൽ കേട്ടു. നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു.